Introduction to computers. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിന്റെ ജനറേഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. Generation is defined by a significant technological development that changes fundamentally how computers operate, leading to more compact, less expensive, but more powerful, efficient, and robust machines. കമ്പ്യൂട്ടറിന്റെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നമ്മൾ ഡെവലപ്പ് ചെയ്ത കാലഘട്ടം നോക്കിയാൽ പല തലങ്ങളിലായിട്ടാണ് കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തത്. ആ ഓരോ ടൈപ്പ് കമ്പ്യൂട്ടറിനും അടുത്ത ടൈപ്പ് കമ്പ്യൂട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഡ്വാൻസ്മെന്റ് പല ടെക്നോളജിക്കൽ ചേഞ്ചസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പം അടിസ്ഥാനപരമായിട്ട് അതിൽ ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഹാർഡ്വെയറിലും സോഫ്റ്റ്വെയറിലും കാലാകാലങ്ങളിൽ ടെക്നോളജിക്കലായിട്ട് ഇംപ്രൂവ്മെന്റ്സ് വന്നു. അങ്ങനെ ഇംപ്രൂവ്മെന്റ്സ് വന്നപ്പോൾ പിന്നീട് നമ്മൾ ഡെവലപ്പ് ചെയ്ത കമ്പ്യൂട്ടേഴ്സിന് മുമ്പിലത്തെ കമ്പ്യൂട്ടേഴ്സിനെക്കാളും വളരെ സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ മെമ്മറി കൂടി, പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ടാസ്കിന്റെ വേഴ്സറ്റിലിറ്റി കൂടി, അങ്ങനെ പല പല അഡ്വാൻറ്റേജസ് വന്നു. അപ്പോൾ ജനറേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. ഇപ്പം നമുക്കിവിടെ നമ്മൾ നോക്കാൻ പോകുന്ന അഞ്ച് ജനറേഷനാണ്. അതിലിപ്പം ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷനോട് കമ്പയർ ചെയ്താൽ സെക്കൻഡ് ജനറേഷൻ ആയിരിക്കും കുറച്ചും കൂടെ മോർ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഉള്ളത് ഫസ്റ്റ് ജനറേഷനെക്കാളും. അതുപോലെ തേർഡിന് സെക്കൻഡിനെക്കാളും ഉണ്ട്, ഫോർത്തിന് തേർഡിനെക്കാളും ഉണ്ട്, ഫിഫ്ത്തിന് ഫോർത്തിനെക്കാളും ഉണ്ട്. അപ്പോൾ ഒരു സിഗ്നിഫിക്കൻറ്റ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിനെയാണ് നമ്മളിവിടെ ജനറേഷൻ എന്ന് പറയുന്നത്. ചേഞ്ചസ് ഫണ്ടമെന്റലി ഹൗ കമ്പ്യൂട്ടേഴ്സ് ഓപ്പറേറ്റ്. ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ള മെക്കാനിസം ഉൾപ്പെടെ അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഈ ജനറേഷൻസ് അഡ്വാൻസ് ചെയ്ത് വന്നപ്പോൾ കമ്പ്യൂട്ടേഴ്സ് മോർ കോമ്പാക്റ്റ് ആയി, എന്ന് പറഞ്ഞാൽ സൈസ് ചെറുതായി വന്നു, ലെസ് എക്സ്പെൻസീവ് വില കുറവായി, എന്നാൽ ബട്ട് മോർ പവർഫുൾ അതിന്റെ പവർ കൂടി, എഫിഷ്യൻസി കൂടി, അതേപോലെ റോബസ്റ്റ് മെഷീൻസ് എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി കൂടി. Generation includes both hardware and software, which together make up an entire computer system. കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ട്. അപ്പോൾ ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് വന്നപ്പോൾ അത് രണ്ട് പാർട്ടിനെയും ഡെവലപ്മെന്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഹാർഡ്വെയറിൽ വന്ന ഡെവലപ്മെന്റും ഉണ്ട്, സോഫ്റ്റ്വെയറിൽ വന്ന ഡെവലപ്മെന്റ്സും ഉണ്ട്. അപ്പോൾ ജനറേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹാർഡ്വെയർ ഡെവലപ്മെന്റും വരും, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും വരും. കാരണം ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കൂടി ചേർന്നാണ് നമ്മളിവിടെ എൻ്റയർ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയണം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കൂടാതെ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഹ്യൂമൻസും അതിന്റെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പം ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, ഹ്യൂമൻസിന് നമ്മൾ ഹ്യൂമൻ വെയർ എന്ന് പറയും. ഇവിടെ തൽക്കാലം ജനറേഷൻ നമ്മൾ വരുമ്പോൾ ആ ഹ്യൂമൻ വെയർ പാർട്ട് നമ്മളിപ്പോൾ അധികം കൺസിഡർ ചെയ്യുന്നില്ല, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും മാത്രമേ കൺസിഡർ ചെയ്യുന്നു. ജനറേഷൻ ഇൻക്ലൂഡ്സ് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ which together make up an entire computer system. There are 5 generations. അപ്പോൾ ഇന്ന് വരെ നമ്മൾ നോക്കുവാണെങ്കിൽ 5 ജനറേഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ഓരോ ജനറേഷനായിട്ട് നോക്കാം. ഫസ്റ്റ് ജനറേഷൻ. പീരീഡ് 1946 to 1959. 1946 മുതൽ 1959 വരെയുള്ള കാലഘട്ടത്തിനാണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. യൂസ്ഡ് വാക്യൂം ട്യൂബ്സ്. ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത അതില് മെയിൻ ഇലക്ട്രോണിക് സർക്യൂട്ടറി ആയിട്ട് നമ്മൾ വാക്യൂം ട്യൂബ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്.
only electronic component available during those days. ആ കാലഘട്ടത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കമ്പൗണ്ട് വാക്യൂം ട്യൂബ് ആയിരുന്നു. 1947 ട്രാൻസിസ്റ്റർ ഡെവലപ്പ് ചെയ്തു, പക്ഷെ അത് ഉപയോഗിച്ച് ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് വീണ്ടും വൈകി. അപ്പോൾ 1946 മുതൽ 59 വരെ നമ്മൾ നോക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കമ്പൗണ്ടാണ് വാക്യൂം ട്യൂബ്. അപ്പോൾ വാക്യൂം ട്യൂബ് യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത കമ്പ്യൂട്ടർ എല്ലാം നമുക്ക് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയാം. അതുകൊണ്ടാണ് യൂസ്ഡ് വാക്യൂം ട്യൂബ്സ്, only electronic component available during those days. ഇനി നമുക്ക് പലതരം വാക്യൂം ട്യൂബിന്റെ ഒരു ഫോട്ടോ നമുക്ക് നോക്കാം. ഇതാണ് വാക്യൂം ട്യൂബ്, പലതരത്തിലുള്ള വാക്യൂം ട്യൂബ്. ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ അഡ്വാൻറ്റേജസ്. These computers could calculate in milliseconds. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിന്റെ 1000 അംശം എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെക്കൻഡിന്റെ 1000 അംശം ഭാഗം മതിയായിരുന്നു. ഫാസ്റ്റസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസസ് ഓഫ് ദെയർ ടൈം. ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും സ്പീഡ് കൂടിയ കാൽക്കുലേറ്റ് ഡിവൈസ് ആണ് ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. 1949 വരെ കാലഘട്ടത്തിലുള്ള ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ആയിരുന്നു ഈ വാക്യൂം ട്യൂബ്സ്. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസസ് ആയിരുന്നു. ഇനി ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്. They were very big in size. Weight was about 30 tons. ഈ ടൈപ്പ് കമ്പ്യൂട്ടറിന് സൈസ് വളരെ കൂടുതലായിരുന്നു, അതേപോലെ കമ്പ്യൂട്ടറിന്റെ ഭാരവും വളരെ കൂടുതലായിരുന്നു. ഏതാണ്ട് 30 ടൺ വരെ ഭാരം അതിന് വരും. അപ്പൊ ഹ്യൂജ് സൈസ് ആയിരുന്നു. അപ്പൊ ലാർജ് ബിൽഡിങ്സിൽ അല്ലെങ്കിൽ ലാർജ് ഹാൾസിൽ മാത്രമേ നമുക്ക് ഈ കമ്പ്യൂട്ടേഴ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. വേർ വെരി കോസ്റ്റ്ലി. അതേപോലെ അക്കാലഘട്ടത്തിൽ ഏറ്റവും വില പിടിച്ചതുമായിരുന്നു. കോസ്റ്റും വളരെ കൂടുതലായിരുന്നു. It could store only a small amount of information due to the presence of magnetic drums. ഈ വാക്യൂം ട്യൂബ് ബേസ്ഡ് കമ്പ്യൂട്ടറിൽ നമ്മൾ മെമ്മറി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മാഗ്നറ്റിക് ഡ്രംസ് ആണ്. അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറവായിരുന്നു. അപ്പൊ നമ്മൾ നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടറിൽ അടിസ്ഥാനപരമായിട്ട് ഡേറ്റ ആയിരുന്നാലും പ്രോഗ്രാം ആയിരുന്നാലും ബൈനറി ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ബൈനറി ഫോമിൽ സ്റ്റോർ ചെയ്യണമെന്ന് പറയുമ്പം 0 അല്ലെങ്കിൽ 1 ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡേറ്റ ഇൻസ്ട്രക്ഷൻസും ഒക്കെ നമുക്ക് കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറിയിൽ, പ്രൈമറി മെമ്മറിയിൽ വെക്കണം. എന്നാൽ മാത്രമേ അതെടുത്ത് പ്രോസസ്സറിന് പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫസ്റ്റ് ജനറേഷൻ ടൈപ്പ് കമ്പ്യൂട്ടറിൽ മെമ്മറിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സ്മോൾ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. വാക്യൂം ട്യൂബ്സ് റിക്വയർ എ ലാർജ് കൂളിംഗ് സിസ്റ്റം. ഇതിന്റെ വേറെ ഡ്രോബാക്ക് ആണ്, ഇത് വളരെ പെട്ടെന്ന് വർക്ക് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ നമ്മൾ കൂൾ ചെയ്യണം. കൂൾ ചെയ്യില്ലെങ്കിൽ ഇതിന്റെ ചൂട് ഒരു പരിധി കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ വാക്യൂം ട്യൂബ്സ് കേടായി പോകുമായിരുന്നു. അപ്പൊ വാക്യൂം ട്യൂബ്സ് റിക്വയർ എ ലാർജ് കൂളിംഗ് സിസ്റ്റം. വെരി ലെസ് വർക്ക് എഫിഷ്യൻസി. ഇത്രയൊക്കെ വലിപ്പം ഉണ്ടെങ്കിലും ഈ കമ്പ്യൂട്ടേഴ്സിന്റെ എഫിഷ്യൻസി വളരെ കുറവായിരുന്നു. വാക്യൂം ട്യൂബ് ടെക്നോളജിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആയിരിക്കാം ഇതിന്റെ വർക്കിന്റെ എഫിഷ്യൻസി വളരെ കുറവായിരുന്നു. ലിമിറ്റഡ് പ്രോഗ്രാമിംഗ് കേപ്പബിലിറ്റി ആൻഡ് പഞ്ച് കാർഡ്സ് വെയർ യൂസ് ടു ടേക്ക് ഇൻപുട്സ്. ഇതിന്റെ പ്രോഗ്രാമിംഗ് കേപ്പബിലിറ്റിയും വളരെ കുറവായിരുന്നു. അതിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞാണ്, മെമ്മറി കുറവാണ്. പ്രൈമറി മെമ്മറിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ ഈ പ്രൈമറി മെമ്മറി സ്റ്റോറേജ് കപ്പാസിറ്റി കുറയുമ്പോൾ ഡേറ്റയും ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയും കുറയും. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിംഗ് കേപ്പബിലിറ്റി വളരെ കുറവായിരുന്നു. അതുപോലെ ഈ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് നമ്മൾ ഡേറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടി പഞ്ച് കാർഡ് മെക്കാനിസമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ. ഇതിന്റെ സൈസ് നമ്മൾ വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യവും ഉണ്ടായിരുന്നു.
അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഇതിന്റെ ഒരു മെയിൻ ഡ്രോബാക്ക് ആയിട്ട് വന്നു. നോട്ട് റിലയബിൾ ആൻഡ് കോൺസ്റ്റന്റ് മെയിൻ്റനൻസ് ഈസ് റിക്വയർഡ്. വാക്യൂം ട്യൂബ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വാക്യൂം ട്യൂബ്സ് കുറച്ച് പ്രവർത്തിച്ച് കഴിയുമ്പം അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിപ്പിക്കണമെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻ്റനൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജായിട്ട് കമ്പയർ ചെയ്യുമ്പം അഡ്വാൻറ്റേജിനേക്കാളും കൂടുതലുള്ളത് ഡിസഡ്വാൻറ്റേജ് ആണ്. ഇതാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. അപ്പം വാക്യൂം ട്യൂബ് വെച്ച് ഡെവലപ്പ് ചെയ്ത കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷൻ പീരീഡ് 1959 to 1965. 1959 മുതൽ 1965 വരെയുള്ള കാലഘട്ടത്തിനാണ് നമ്മൾ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത കമ്പ്യൂട്ടറാണ് സെക്കൻഡ് ജനറേഷൻ. യൂസ്ഡ് ട്രാൻസിസ്റ്റേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് വാക്യൂം ട്യൂബ്സ്. ഫസ്റ്റ് ജനറേഷനിലെ വാക്യൂം ട്യൂബ്സ് ആയിരുന്നു. വാക്യൂം ട്യൂബ്സിന് വളരെയധികം ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 1947 ആയപ്പോൾ ഇലക്ട്രോണിക്സിൽ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചു. ഈ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറാണ് സെക്കൻഡ് ജനറേഷൻ. അപ്പം വാക്യൂം ട്യൂബ് മാറ്റി വാക്യൂം ട്യൂബിന് പകരം ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തു. അങ്ങനെ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്ത കമ്പ്യൂട്ടറിനെയാണ് നമ്മളിവിടെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. 4 ട്രാൻസിസ്റ്ററിന്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്. ഈ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ അഡ്വാൻറ്റേജസ്. ദീസ് കമ്പ്യൂട്ടേഴ്സ് കുഡ് കാൽക്കുലേറ്റ് ഇൻ മൈക്രോ സെക്കൻഡ്സ്. ഫസ്റ്റ് ജനറേഷൻ വന്നപ്പോൾ മില്ലി സെക്കൻഡ് ആയിരുന്നു, ഇപ്പോൾ മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻⁶ എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിന്റെ 1000 അംശം. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞ് സെക്കൻഡ് ജനറേഷൻ ആയപ്പം കമ്പ്യൂട്ടറിന്റെ സ്പീഡ് കൂടാനായിട്ട് തുടങ്ങി. മൈക്രോ സെക്കൻഡ്സ് സമയം എടുത്ത് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. Size of electronic components decrease. This resulted in reducing the size of a computer as compared to first generation computers. നമ്മൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ വാക്യൂം ട്യൂബ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വാക്യൂം ട്യൂബ്സിന് ഓരോ വാക്യൂം ട്യൂബിനും സൈസ് കൂടുതലായിരുന്നു. ട്രാൻസിസ്റ്റർ നമ്മൾ വാക്യൂം ട്യൂബിന്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്താൽ ട്രാൻസിസ്റ്ററിന് വാക്യൂം ട്യൂബിനേക്കാളും സൈസ് വളരെ ചെറുതായിരുന്നു. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അടിസ്ഥാനപരമായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ഫസ്റ്റ് ജനറേഷനിൽ വാക്യൂം ട്യൂബും സെക്കൻഡ് ജനറേഷനിൽ അതിനേക്കാളും വളരെ സൈസ് കുറഞ്ഞ ട്രാൻസിസ്റ്ററുമായി. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന്റെ സൈസ് കുറഞ്ഞു. ഇലക്ട്രോണിക് കമ്പൗണ്ടിന്റെ സൈസ് കുറഞ്ഞപ്പം മൊത്തത്തിലുള്ള കമ്പ്യൂട്ടറിന്റെ സൈസ് കുറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിനേക്കാളും സൈസ് കുറവാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. കാരണം ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ വാക്യൂം ട്യൂബ് ആയിരുന്നു, അതിന് സൈസ് കൂടുതലായിരുന്നു. സെക്കൻഡ് ജനറേഷൻ ആയപ്പോൾ നമ്മൾ വാക്യൂം ട്യൂബ് മാറ്റി ട്രാൻസിസ്റ്റേഴ്സ് ആയി. വാക്യൂം ട്യൂബ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ട്രാൻസിസ്റ്ററിന് സൈസ് ചെറുതാണ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പം സെക്കൻഡ് ജനറേഷന് സൈസ് കുറവാണ്. ബെറ്റർ പോർട്ടബിലിറ്റി ആസ് കമ്പയർ ടു ഫസ്റ്റ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന് ഫസ്റ്റ് ജനറേഷനായിട്ട് സൈസ് കുറവാണ്. ഈ സൈസ് കുറവായതുകൊണ്ട് തന്നെ പോർട്ടബിലിറ്റി കൂടി. പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് കമ്പ്യൂട്ടറിന് എത്രമാത്രം എളുപ്പത്തിൽ കൊണ്ടുപോകാം. അപ്പൊ നമുക്കറിയാം സൈസ് കുറയും തോറും പോർട്ടബിലിറ്റി കൂടും. അപ്പൊ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനെക്കാളും ട്രാൻസിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ സൈസ് വളരെ ചെറുതായി. സൈസ് ചെറുതാവും തോറും പോർട്ടബിലിറ്റി കൂടും. സോ ബെറ്റർ പോർട്ടബിലിറ്റി ആസ് കമ്പയർ ടു ഫസ്റ്റ് ജനറേഷൻ. ലെസ് ഹീറ്റ് ജനറേഷൻ. ഇവിടെയും വാക്യൂം ട്യൂബ്സിൽ ഒരുപാട് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഉണ്ടായിരുന്നു. ട്രാൻസിസ്റ്റർ ആയപ്പോൾ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വളരെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റിന്റെ ക്വാണ്ടിറ്റിയും കുറഞ്ഞു. ലെസ് ഹീറ്റ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പം സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉണ്ടാകുന്ന ഹീറ്റിന്റെ ക്വാണ്ടിറ്റിയും കുറഞ്ഞു. അപ്പൊ ലെസ് ഹീറ്റ് ജനറേഷൻ. ലെസ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ. വാക്യൂം ട്യൂബ് വർക്ക് ചെയ്യുന്ന അത്രയും ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ട്രാൻസിസ്റ്ററിന് ആവശ്യമില്ല.
അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ വാക്യൂം ട്യൂബ് ആയിരുന്നു. സെക്കൻഡ് ജനറേഷൻ ആയപ്പോൾ നമ്മൾ വാക്യൂം ട്യൂബ് മാറ്റി ട്രാൻസിസ്റ്റേഴ്സ് ആക്കി. അങ്ങനെ ട്രാൻസിസ്റ്റേഴ്സ് ആക്കിയപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പ്യൂട്ടറിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറഞ്ഞു. അപ്പോൾ കമ്പ്യൂട്ടറിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റിയും കുറവ് മതിയായിരുന്നു. ലോ കോസ്റ്റ് ദാൻ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ ഫസ്റ്റ് ജനറേഷൻ വാക്യൂം ട്യൂബ് വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിനേക്കാളും വിലയും കുറവായിരുന്നു സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. ഇതാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ്. എ കൂളിംഗ് സിസ്റ്റം വാസ് റിക്വയർഡ്. നമ്മൾ നേരത്തെ ഹീറ്റ് ജനറേഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞു, എന്നാലും ഇവിടെ നമുക്ക് കൂളിംഗ് സിസ്റ്റം അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുമ്പം വാക്യൂം ട്യൂബ് യൂസ് ചെയ്ത കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ച് കുറവാണെങ്കിലും ഇവിടെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഒരു പരിധി കൂടുതൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്താൽ ട്രാൻസിസ്റ്ററിനെ കേടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂളിംഗ് സിസ്റ്റം ആവശ്യമായിട്ടും ഉണ്ടായിരുന്നു. കോൺസ്റ്റന്റ് മെയിൻ്റനൻസ് വാസ് റിക്വയർഡ്. ഇവിടെ അതുപോലെ വാക്യൂം ട്യൂബിന്റെ അത്രയും ഫെയിലിയർ റേറ്റ് ഇല്ലെങ്കിലും ട്രാൻസിസ്റ്ററിനും ഫെയിലിയർ റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കേടാകുമ്പോൾ നമുക്ക് മാറ്റിയിടേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പോൾ ഏതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? കോൺസ്റ്റന്റ് മെയിൻ്റനൻസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. only used for specific purposes. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഒന്നും ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നില്ല. അതിന് പകരം സ്പെസിഫിക് പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ കമ്പ്യൂട്ടറിനും ഒരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. ഇന്ന ആവശ്യത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്തത്, ആ ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ജനറൽ പർപ്പസ് അല്ല, സ്പെസിഫിക് പർപ്പസ് കമ്പ്യൂട്ടർ. ഇത്രയാണ് സെക്കൻഡ് ജനറേഷൻ. അടുത്തത് തേർഡ് ജനറേഷൻ. തേർഡ് ജനറേഷൻ പീരീഡ് 1965 to 1971. 1965 മുതൽ 1971 വരെയുള്ള കാലഘട്ടമാണ് തേർഡ് ജനറേഷൻ. used integrated circuits instead of transistors. ഫസ്റ്റ് ജനറേഷനായിട്ട് കമ്പയർ ചെയ്താൽ ഫസ്റ്റ് ജനറേഷനിൽ വാക്യൂം ട്യൂബ് ആയിരുന്നു. സെക്കൻഡ് ജനറേഷൻ ആയപ്പോൾ വാക്യൂം ട്യൂബ് മാറ്റി ട്രാൻസിസ്റ്റേഴ്സ് ആയി. ഇപ്പൊ തേർഡ് ജനറേഷൻ ആയപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് മാറ്റി ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ICs ആയി. നൂറുകണക്കിന് ട്രാൻസിസ്റ്റർ ഉൾക്കൊള്ളുന്ന ഒരു ഇലക്ട്രോണിക് കമ്പൗണ്ട് ആണ് IC. അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ വാക്യൂം ട്യൂബ്, സെക്കൻഡ് ജനറേഷൻ ആയപ്പോൾ ട്രാൻസിസ്റ്റർ, തേർഡ് ജനറേഷൻ ആയപ്പോൾ ട്രാൻസിസ്റ്ററും റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഇതാണ് ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിന്റെ ഫോട്ടോ, IC. IC is a single component containing number of transistors. സെക്കൻഡ് ജനറേഷൻ ട്രാൻസിസ്റ്റർ ആണെന്ന് പറഞ്ഞു. അവിടെ വരുന്ന ട്രാൻസിസ്റ്റേഴ്സിൽ നൂറുകണക്കിന് ട്രാൻസിസ്റ്റേഴ്സിനെ ഒരു ചിപ്പിനകത്ത് നമുക്ക് ഫാബ്രിക്കേഷൻ ടെക്നോളജി വെച്ച് പ്ലേസ് ചെയ്യാമായിരുന്നു. അങ്ങനെ അന്നത്തെ IC ഫാബ്രിക്കേഷൻ ടെക്നോളജി വെച്ച് നൂറുകണക്കിന് ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് ഒരു ചിപ്പിനകത്ത് വെക്കാമായിരുന്നു. അങ്ങനെ വെക്കുമ്പോഴാണ് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ IC എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ തേർഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റർ സെക്കൻഡ് ജനറേഷനിലുള്ള ട്രാൻസിസ്റ്റേഴ്സിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് നമ്മൾ ഈ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ അഡ്വാൻറ്റേജസ്. These computers were cheaper as compared to second generation computers. ട്രാൻസിസ്റ്റേഴ്സ് വെച്ച് ഡെവലപ്പ് ചെയ്ത സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനെക്കാളും വില കുറവാണ് IC വെച്ച് ഡെവലപ്പ് ചെയ്ത ഈ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. അപ്പോൾ മുമ്പിലത്തെ ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ചീപ്പാണ്. They were fast and reliable. കാരണം നൂറുകണക്കിന് ട്രാൻസിസ്റ്റേഴ്സ് ഒരു ICക്കകത്ത് വെക്കാം എന്ന് പറഞ്ഞാൽ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കുറഞ്ഞു. അപ്പൊ സിഗ്നൽസിനെ കുറച്ചും കൂടെ എളുപ്പത്തിൽ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറായ ട്രാൻസിസ്റ്റർ വെച്ചുള്ള കമ്പ്യൂട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പം IC വെച്ച് ഡെവലപ്പ് ചെയ്ത തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഫാസ്റ്റും ആണ്, അതേപോലെ റിലയബിലിറ്റിയും കൂടി. പക്ഷെ ഫെയിലിയർ വരാനുള്ള ചാൻസ് വീണ്ടും കുറഞ്ഞു. അപ്പോൾ ചീപ്പാണ്, ഫാസ്റ്റായി,
അതേപോലെ റിലയബിലിറ്റിയും കൂടി. യൂസ് ഓഫ് IC in the computer provides the small size of the computer. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനേക്കാളും സൈസ് ചെറുതായി നമ്മൾ തേർഡ് ജനറേഷനിൽ IC വെച്ച് കമ്പ്യൂട്ടർ ഉണ്ടാക്കും. അപ്പൊ ഒന്ന് നോക്കിയാൽ ഫസ്റ്റ് ജനറേഷനിൽ വാക്യൂം ട്യൂബ് ആയിരുന്നു ഏറ്റവും വലിയ സൈസ്. ട്രാൻസിസ്റ്റർ ആയപ്പോൾ വീണ്ടും സൈസ് കുറഞ്ഞു. തേർഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റർ മാറ്റി IC ആക്കിയപ്പോൾ വീണ്ടും സൈസ് കുറഞ്ഞു. IC not only reduces the size of the computer, but it also improves the performance of the computer as compared to previous computers. അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്ത് IC ആക്കിയപ്പോൾ ഈ കമ്പ്യൂട്ടറിന്റെ സൈസ് കുറയുന്നത് മാത്രമല്ല സംഭവിച്ച, അതോടുകൂടി പെർഫോമൻസ് ഇംപ്രൂവ്സ്. അതിന്റെ പെർഫോമൻസും ഇംപ്രൂവ് ചെയ്തു. സ്പീഡ് ഉൾപ്പെടെയുള്ള പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സും വന്നു. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു IC വെച്ച് ഉണ്ടാക്കിയ ഈ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. This generation of computers has big storage capacity. അതേപോലെ ഈ കമ്പ്യൂട്ടേഴ്സിന് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ച് മെമ്മറി കൂടുതലാണ്. മെമ്മറി കൂടുതലാകുമ്പോൾ നമുക്ക് കൂടുതൽ ഡേറ്റ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് കപ്പാസിറ്റിയും കൂടുതലായിരുന്നു. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലായിരുന്നു. Instead of punch cards, mouse and keyboard are used for input. ഡേറ്റയും പ്രോഗ്രാംസും ഒക്കെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി പഞ്ച് കാർഡ്സിന് പകരം ഇവിടെ കീബോർഡും മൗസും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പം യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ കാലഘട്ടത്തിലോട്ട് വരികയാണ് അർത്ഥം. ഇൻസ്റ്റെഡ് ഓഫ് പഞ്ച് കാർഡ്സ്, മൗസ് ആൻഡ് കീബോർഡ് ആർ യൂസ്ഡ് ഫോർ ഇൻപുട്ട്. They used an operating system for better resource management. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെയൊക്കെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യാന്നുള്ള ഡ്യൂട്ടിയാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ളത്. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്താണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ പല ടൈപ്പുള്ള റിസോഴ്സ് മാനേജ് ചെയ്യുന്നത്. പ്രൈമറി മെമ്മറി ഒരു റിസോഴ്സ് ആണ്, സെക്കൻഡറി മെമ്മറി വേറെ റിസോഴ്സ് ആണ്, പ്രോസസർ വേറെ റിസോഴ്സ് ആണ്, ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസും വേറെ പല റിസോഴ്സ് ആണ്. അപ്പോൾ ഈ ഹാർഡ്വെയർ പാർട്സിനെയൊക്കെ പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഇത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. യൂസ് ദി കോൺസെപ്റ്റ് ഓഫ് ടൈം ഷെയറിംഗ് ആൻഡ് മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഈ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ആയപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് ഒന്നിൽ കൂടുതൽ ജോബ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 3 ജോബ് കൊടുക്കുകയാണെങ്കിൽ അത് ടൈം ഡിവൈഡ് ചെയ്യും. ആദ്യത്തെ 5 മില്ലി സെക്കൻഡ് ആദ്യത്തെ ജോബ് ചെയ്യും, അടുത്ത 5 മില്ലി സെക്കൻഡ് രണ്ടാമത്തെ ജോബ് ചെയ്യും, അടുത്ത 5 മില്ലി സെക്കൻഡ് മൂന്നാമത്തെ ജോബ് ചെയ്യും. ഇങ്ങനെ ടൈം വെച്ച് ഷെയർ ചെയ്യുന്ന കോൺസെപ്റ്റ്. അതേപോലെ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ യൂസേഴ്സിന് ഒരേ സമയത്ത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം. അപ്പൊ അതിനെ മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ്. അപ്പം ഈ ടൈം ഷെയറിങ്ങും മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗും ആയിട്ടുള്ള അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് ഒക്കെ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് ഈ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലായിരുന്നു. യൂസ് ദി കോൺസെപ്റ്റ് ഓഫ് ടൈം ഷെയറിംഗ് and multiple programming. These computers reduce the computational time from microseconds to nanoseconds. Only third generation computers of computational time microsecond in the വീണ്ടും നാനോസെക്കൻഡ്. നാനോസെക്കൻഡ് എന്ന് പറയുമ്പോൾ 10⁻⁻⁹. മില്ലി സെക്കൻഡിൽ നിന്ന് മൈക്രോ സെക്കൻഡും കടന്നു തേർഡ് ജനറേഷൻ ആയപ്പോൾ നാനോ സെക്കൻഡിൽ എത്തി. ഇത്രയാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ അഡ്വാൻറ്റേജസ്. ഇനി തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ ഡിസഡ്വാൻറ്റേജസ്. ദി ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി റിക്വയർഡ് ഫോർ മാനുഫാക്ചറിംഗ് IC ചിപ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു 100 കണക്കിന് ട്രാൻസിസ്റ്റേഴ്സിനെ ഒന്നിച്ച് ഒരു ഫാബ്രിക്കേറ്റഡ് പാക്കിനകത്ത് വെക്കുന്നതാണ് നമ്മൾ IC ചിപ്പ്. അപ്പോൾ IC ചിപ്പ് ഉണ്ടാക്കുന്ന ടെക്നോളജീസ് ഇപ്പോൾ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജിയാണ്. അപ്പൊ ആ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രമേ ഈ IC ചിപ്സ് വെച്ചുള്ള തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതേപോലെ എയർ കണ്ടീഷനിങ് ഈസ് റിക്വയർഡ്. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനും AC അല്ലെങ്കിൽ എയർ കണ്ടീഷൻ അവിടെ മസ്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഫോർത്ത് ജനറേഷൻ.
പീരീഡ് 1971 to 1980. 1971 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിലാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വന്നത്. യൂസ്ഡ് മൈക്രോ പ്രോസസർ ഇൻസ്റ്റെഡ് ഓഫ് ഐസിസ്. ഐസിസിന് പകരമായിട്ട് മൈക്രോ പ്രോസസർ. ഇനി ഒരു രീതിയിൽ പറഞ്ഞാൽ മോർ കോംപ്ലക്സ് ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ചിപ്സിനെയാണ് നമ്മൾ മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. ഒരു മൈക്രോ പ്രോസസറിന്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്. A microprocessor is a multi-purpose programmable logic device that reads binary instructions from a storage device called memory, accepts binary data as input, and process data according to those instructions and provide results as output. അപ്പോൾ മൈക്രോപ്രോസസർ പറഞ്ഞാൽ ഒരു മൾട്ടി പർപ്പസ്, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ലോജിക്കൽ ഡിവൈസ് ആണ്. അത് സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് ബൈനറിയിൽ ഇൻസ്ട്രക്ഷൻസ് എടുക്കും. എന്നിട്ട് നേരെ ബൈനറി ഡിവൈസ്, സ്റ്റോറേജ് ഡിവൈസ് മെമ്മറിയിൽ നിന്ന് ബൈനറിയിൽ എടുക്കും. എന്നിട്ട് ഇൻസ്ട്രക്ഷൻ പറയുന്നതനുസരിച്ച് ഡേറ്റയെ പ്രോസസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ പ്രൈമറിൽ നിന്ന് എടുക്കുന്ന പ്രോസസ്സിനെ ഫെച്ചിങ്, അത് കഴിഞ്ഞിട്ട് അതിനെ ഡീകോഡ് ചെയ്യും, ഡീകോഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് ഈ മൈക്രോ പ്രോസസ്സിന് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഇനി ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ അഡ്വാൻറ്റേജസ്. ഫാസ്റ്റസ്റ്റ് ഇൻ കമ്പ്യൂട്ടേഷൻ. കമ്പ്യൂട്ടേഷനിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആണ്. സ്മോൾ ഇൻ സൈസ് ആസ് കമ്പയർഡ് ടു പ്രീവിയസ് ജനറേഷൻ. തേർഡ് ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ വീണ്ടും സൈസ് ചെറുതായി. ലെസ് മെയിൻ്റനൻസ് ഇസ് റിക്വയർഡ്. അതുപോലെ തേർഡ് ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പം ഫോർത്ത് ജനറേഷനിൽ ഈ മൈക്രോ പ്രോസസർ മെയിൻ ചിപ്പായിട്ടുള്ള കമ്പ്യൂട്ടറിൽ മെയിൻ്റനൻസും കുറവായിരുന്നു. ഓൾ ടൈപ്സ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ് ക്യാൻ ബി യൂസ്ഡ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പല സി, പാസ്കൽ, കൊബോൾ, ഇപ്പോൾ ഇതുകൂടാതെ ഓബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അതെല്ലാം എന്ന് വെച്ചാൽ C++ പോലത്തെ, ജാവ പോലത്തെ ഹൈ ലെവൽ ലാംഗ്വേജസ് ഒക്കെ ഈ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റും. പോർട്ടബിൾ ആൻഡ് ചീപ്പർ ദാൻ ഓൾഡർ വെർഷൻസ്. ഓൾഡർ വെർഷൻസിനെക്കാളും ഇത് പോർട്ടബിളും ആണ്, ചീപ്പറും ആണ്. സൈസ് ചെറുതായി പോർട്ടബിൾ ആയത്, അതേപോലെ കോസ്റ്റും കുറഞ്ഞു, അതാണ് ചീപ്പർ ആയത്. ഗ്രാഫിക് യൂസർ ഇന്റർഫേസ് ടെക്നോളജി was exploited to offer more comfort users. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ വിൻഡോസ് എൻവയറമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് GUI ആയതുകൊണ്ടാണ് കമ്പ്യൂട്ടർ ഇത്രയും യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമായത്. എല്ലാ കമാൻഡ്സും നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. മൗസ് യൂസ് ചെയ്ത് കമാൻഡ്സ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റും. ആ ഒരു എൻവയറമെന്റിനെയാണ് നമ്മൾ GUI, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഈ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിലൊക്കെയാണ് ഈ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്നൊക്കെ ഉള്ളത് ആദ്യമായിട്ട് വന്നത്. They were developed for totally general purpose. ഫോർത്ത് ജനറേഷൻ ഒക്കെ ആയപ്പോൾ സ്പെഷ്യൽ പർപ്പസ് ഇത് മാറി ജനറൽ പർപ്പസ്. പ്രോഗ്രാമും ഡേറ്റയെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ കൊണ്ട് നമുക്ക് പല ഡിഫറെന്റ് വെറൈറ്റിയിലുള്ള ടാസ്ക് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ടോട്ടലി ജനറൽ പർപ്പസ് യൂസ് ആയിട്ട് മാറി. ഇതാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ്. ദി ലേറ്റസ്റ്റ് ടെക്നോളജി ഈസ് റിക്വയർഡ് ഫോർ മാനുഫാക്ചറിംഗ് ദി മൈക്രോ പ്രോസസർ. മൈക്രോ പ്രോസസർ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള IC ആണ്. അതുകൊണ്ട് തന്നെ സാധാരണ IC ഉണ്ടാക്കുന്നതിനേക്കാളും ഈവൻ മോർ കോംപ്ലിക്കേറ്റഡ് IC ഫാബ്രിക്കേഷൻ ടെക്നോളജി, BiCMOS ഒക്കെ പോലത്തെ മോർ കോംപ്ലക്സ് IC ഫാബ്രിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്താലേ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കോംപ്ലക്സിറ്റി ഇതിനകത്ത് ഉണ്ടായത്. കൂളിംഗ് ഫാൻ ഇസ് നീഡഡ് ഫോർ പ്രോസസർ. നമ്മൾ കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡ് നോക്കുമ്പോഴേ അറിയാം, അതിൽ പ്രോസസറിന്റെ മുകളിൽ കൂളിംഗ് ഫാൻ. ഒരുപാട് സമയം പ്രോസസർ വർക്ക് ചെയ്യുമ്പം അതിൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഹീറ്റ് പ്രോപ്പറായിട്ട് ഡെസിപ്പേറ്റ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ പ്രോസസർ കേടായിപ്പോ. അപ്പൊ പ്രോസസറിന് ഒരു കൂളിംഗ് ഫാനിന്റെ ഒക്കെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു. അവസാനത്തെ ഫിഫ്ത്ത് ജനറേഷൻ 1980 മുതൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കാലഘട്ടം ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയും. ബേസ്ഡ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കമ്പ്യൂട്ടറിന് ഇതുവരെയുള്ള കമ്പ്യൂട്ടേഴ്സ് നമ്മൾ പറയും അതിന് IQ ഇല്ല, തിങ്കിങ് കേപ്പബിലിറ്റി ഇല്ല. പക്ഷെ ഫിഫ്ത്ത് ജനറേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ അതിന് 80 മുതൽ അതിന്റെ ടെക്നോളജി വളരെ അധികം ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമം നടക്കുവാണ്. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇന്റലിജൻസ് കൊണ്ടുവരാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്തുള്ള കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത് വെച്ച് മെഷീൻ ലേണിംഗ്, സ്പീച്ച് റെക്കഗ്നിഷൻ, ആർട്ടിഫിഷ്യൽ വിഷൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ്, എക്സ്പെർട്ട് സിസ്റ്റം, പ്ലാനിങ് ആൻഡ് ഓപ്റ്റിമൈസേഷൻ, റോബോട്ടിക്സ്, ഇങ്ങനെയുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ 5th ജനറേഷൻ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ശരിക്കും പറഞ്ഞാൽ 5th ജനറേഷൻ നമ്മൾ പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പം കമ്പ്യൂട്ടർ സയൻസിൽ ഏറ്റവും ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് മെഷീൻ ലേണിംഗ് ഒക്കെ. അതൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴേ 5th ജനറേഷൻ കമ്പ്യൂട്ടർ പൂർണ്ണമായിട്ട് വരുന്നു. Artificial intelligence is a wide-ranging branch of computer science concerned with building smart machines capable of performing tasks that typically require human intelligence. അപ്പോൾ സാധാരണ ഹ്യൂമൻ ഇന്റലിജൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് കമ്പ്യൂട്ടറിന് സ്വയം ചെയ്യാൻ പറ്റിയാൽ ആ കമ്പ്യൂട്ടർ നമ്മൾ പറയും, ആ കമ്പ്യൂട്ടറിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടെന്ന് പറയും. AI is an interdisciplinary science with multiple approaches, but advancements in machine learning and deep learning are creating a paradigm shift in virtually every sector of the technology industry. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പല ഫീൽഡിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് ഒക്കെ അതൊക്കെ വന്നു കഴിയുമ്പോൾ പണ്ട് നമ്മൾ സാങ്കേതിക വിദ്യ എങ്ങനെ യൂസ് ചെയ്തിരുന്നു അതിനേക്കാളും വളരെയധികം ഒരു മാറ്റം ഈ ഇന്റലിജൻസ് ഉള്ള ടെക്നോളജി വന്നു കഴിയുമ്പോൾ ഉണ്ടാവും. 5th ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ അഡ്വാൻറ്റേജസ്. ദേ ഹാവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിന് സ്വയം തിങ്ക് ചെയ്യാനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാവും. വിൽ പ്രോസസ് നോളജ് ഇൻ അഡീഷൻ ടു ഡാറ്റ. നമ്മൾ ഇതുവരെ പറഞ്ഞതനുസരിച്ച് കമ്പ്യൂട്ടർ ഡാറ്റ പ്രോസസിംഗ് മെഷീനാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിയുമ്പം ഡാറ്റയുടെ അടുത്ത തലത്തിലോട്ട് പോകും, എന്ന് വെച്ചാൽ നോളജ്, അറിവിലോട്ട് പോകും. They will be able to recognize faces, images and graphs. ഇത് കമ്പ്യൂട്ടേഴ്സിന് മുഖം, ആളിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഇമേജസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പലതരത്തിലുള്ള ഗ്രാഫ്സിനെയൊക്കെ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. Able to solve the highly complex problems including decision making and logical reasoning. Highly complex problems വരുന്ന ഡിസിഷൻ മേക്കിങ്ങും ലോജിക്കൽ റീസണിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ 5th ജനറേഷൻ കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. Able to use more than one CPU for faster processing speed. ഹൈ പ്രോസസിങ് ചെയ്യാനായിട്ട് ഒന്നിൽ കൂടുതൽ CPU എന്ന് പറഞ്ഞാൽ ഇവിടെ പാരലൽ പ്രോസസിങ് കേപ്പബിലിറ്റിയും ഈ ടൈപ്പ് കമ്പ്യൂട്ടറിന് ഉണ്ടാവും. ആർ ഇന്റർനെറ്റ് വർക്ക് വിത്ത് നാച്ചുറൽ ലാംഗ്വേജ്. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യണം. ഇനി ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് സംസാരിക്കുന്ന അത്ര ലാഘവത്തോടുകൂടി നമ്മളെ ലാംഗ്വേജിൽ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ ഈ നാച്ചുറൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആ ഒരു യൂസർ ഫ്രണ്ട്ലിനെസ് കമ്പ്യൂട്ടറിന് കൊണ്ടുവരിക എന്നുള്ളതും 5th ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ ഒരു എയിമാണ്. ദേ ഹാവ് മെഷീൻ ലേണിംഗ് കേപ്പബിലിറ്റി. അതുപോലെ ഇതിന് മെഷീൻ ലേണിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കും പോലെ സ്വയം ഇതിന് പഠിച്ചെടുക്കാൻ പറ്റും. മോർ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസസ് വിത്ത് മൾട്ടിമീഡിയ ഫീച്ചേഴ്സ്. അതുപോലെ യൂസറിന് ഏറ്റവും എളുപ്പത്തിൽ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള മോർ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസസ് ഈ 5th ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. അതും ഓഡിയോ, വീഡിയോ ഫീച്ചേഴ്സോട് കൂടി. അതിനാണ് നമ്മൾ ഈ മൾട്ടിമീഡിയ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. These computers are much faster than other generation computers. ബാക്കിയുള്ള കമ്പ്യൂട്ടർ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. Availability of very powerful and compact computers at cheaper rate. 5th ജനറേഷൻ കമ്പ്യൂട്ടർ വളരെ പവർഫുൾ കമ്പ്യൂട്ടേഴ്സും അതേപോലെ കമ്പ്യൂട്ടേഴ്സിന്റെ സൈസ് പ്രീവിയസ് ജനറേഷനിലെ കമ്പ്യൂട്ടേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയും സൈസും വളരെ ചെറുതായി. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്. They tend to be sophisticated and complex. വളരെ സോഫിസ്റ്റിക്കേറ്റഡും കോംപ്ലക്സും ആയിരിക്കും 5th ജനറേഷൻ കമ്പ്യൂട്ടർ. ഇനിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് വരാൻ പോകുന്നത്. ക്യാൻ ഓവർ പവർ മാൻ. കാരണം 5th ജനറേഷൻ കമ്പ്യൂട്ടറിന് ഇന്റലിജൻസ് ഉണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മളെക്കാളും മനുഷ്യനെക്കാളും ഫിസിക്കലി സൈസ് കൂടിയ ജീവജാലങ്ങളുണ്ട്. പക്ഷെ ആ സൈസ് കൂടിയ ആന അല്ലെങ്കിൽ ബ്ലൂ വെയിൽ പോലത്തെ ജീവജാലങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നു. എന്തുകൊണ്ട്? നമുക്ക് ഇന്റലിജൻസ് ആയി, നമുക്ക് ഇന്റലിജന്റ്, അവരൊക്കെ അതിലൊക്കെ ബുദ്ധിയുണ്ട്. പക്ഷെ എന്തെങ്കിലും 5th ജനറേഷൻ എന്നുള്ളത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ 5th ജനറേഷൻ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും മനുഷ്യനേക്കാൾ ഇന്റലിജൻസ് കൂടിയാൽ പണ്ട് ചില സയൻസ് ഫിക്ഷനിലൊക്കെ കാണും പോലെ നമ്മളെ ഓവർ പവർ ചെയ്യാൻ പറ്റുമോ?
ക്യാൻ ഓവർ പവർ. ഇത്രയാണ് കമ്പ്യൂട്ടർ ജനറേഷൻസ്. ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഓരോ ജനറേഷനും നമ്മളിപ്പോ ടൈം സ്പാൻ ഇയർ പറഞ്ഞിട്ടുണ്ട്. അത് ചില അങ്ങോട്ടും ഇങ്ങോട്ടും ചില നമ്പറിലൊക്കെ വ്യത്യാസം വരാം. അതൊരു സ്ട്രിക്റ്റ് ആയിട്ട് ഇന്ന ഇയർ മുതൽ ഇന്ന ഇയർ വരെ ഫസ്റ്റ് ജനറേഷൻ എന്നൊരു സ്ട്രിക്റ്റ് ക്ലാസിഫിക്കേഷൻ ഇല്ല. പല റെഫറൻസിലും അതിന് ചെറിയ വേരിയേഷൻസ് വരാം. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ വാക്യൂം ട്യൂബ്, സെക്കൻഡ് ജനറേഷൻ ആയപ്പോൾ ട്രാൻസിസ്റ്ററായി, തേർഡ് ജനറേഷനിൽ IC ആയി, ഫോർത്ത് ജനറേഷൻ മൈക്രോപ്രോസറായി, ഫിഫ്ത്ത് ജനറേഷൻ ആയപ്പോൾ കോൺസെപ്റ്റ് തന്നെ മാറി നോളജ് പ്രോസസിംഗ്, ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടറാണ്. ഇതാണ് കമ്പ്യൂട്ടറിന്റെ ഡിഫറെന്റ് ജനറേഷൻസ്. Okay, thank you very much.